പത്മജ വേണുഗോപാൽ ബി.ജെ.പി. നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി പത്മജ വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ചിലരെങ്കിലും പരസ്യമായി തയ്യാറാവുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ തെളിവുകൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പുറത്തുവരുന്നത്. 2 കുട്ടികൾ ഗർഭചിത്രത്തിന് വിധേയരായി, അതിന് സമ്മർദ്ദമുണ്ടായി എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച രേഖകളൊക്കെ ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുമുണ്ട്. കൂടുതൽ കുരുക്കാണ്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരുന്നു, അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. കാരണം ഇതെല്ലാം സത്യമാണെന്നാണ് ഞാനും അറിഞ്ഞത് പലരിൽ നിന്നും. ഞാൻ ആ പെൺകുട്ടികളുടെ പേരൊന്നും ഞാൻ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത, അവർക്ക് ഒരു സ്വകാര്യത, പെൺകുട്ടിയല്ലേ. കാരണം ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ ആരും കാണില്ല. അപ്പൊ ആ കുട്ടി തുറന്നു പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ധൃതി? അതായത് എന്താ പറയണ്ട, നല്ലൊരു പ്രസിഡന്റ് ആയിരുന്ന സുധാകരനെ പുറത്താക്കാൻ ഇവര് കാണിച്ച ആവേശം, ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ്? എനിക്ക് അടൂർ പ്രകാശൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. ചിലപ്പോ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവരെ എല്ലാവരെ പറ്റിയിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ വളർന്നു വന്നവനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ടാണോ ഭയങ്കര രാഹുലിനെ സത്യം പറഞ്ഞാൽ കോൺഗ്രസിൽ പലരും പേടിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രേ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ കോൺഗ്രസ്സുകാർ കിടന്ന് തലതല്ലിച്ചാവണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സത്യത്തിന്റെ വഴിക്ക്, അന്വേഷണത്തിന്റെ വഴിക്കൊക്കെ നടക്കട്ടെ. എന്നിട്ട് ഇല്ലെങ്കിൽ പോരെ ഈ വലിയ സംരക്ഷണം. ഇപ്പോഴേ അതായത് ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം മോശം പറയുന്നവര്, ഈ ഇങ്ങനെ കുറ്റവാളിയായിട്ടില്ലായാലും മാത്രം നല്ലത്. എനിക്ക് നാണക്കേട് തോന്നുക ഇങ്ങനെ ഒരാളെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാണുമ്പോ. ആ പാർട്ടീനെ കുറിച്ച് ഇപ്പൊ സത്യം പറഞ്ഞ പുച്ഛ തോന്നണം എനിക്ക്. ഇത്രയും കാലം എനിക്ക് പുച്ഛ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ നടക്കേണ്ടതും പണ്ടേ എനിക്ക് അറിയാം ഈ പാർട്ടിയില്. പക്ഷെ അതൊന്നും പുറത്തു വരാത്തടത്തോളം കാലം രഹസ്യമായിട്ട് തന്നെ നിന്നിരുന്നു. പക്ഷെ ഇത് പരസ്യമായി ഇത്രയും സ്ത്രീകളും കുട്ടികളും അവര് സൗണ്ട് എല്ലാം വന്നിട്ടും ഇനി മനുഷ്യനെ എന്തിനാണ് ഇവര് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതാണ് ഉത്തരാണ് ആദ്യം ഞങ്ങൾക്കൊക്കെ അറിയേണ്ടത്. അതിന്റെ പിന്നില് രഹസ്യം എന്താ? ഈ രാഹുലിനെ എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ ഭയപ്പെടുന്നതിന്റെ കാരണം? രാഹുൽ നമുക്കറിയാം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇത് മാത്രമല്ല ഈ സമീപ നാളുകളിൽ MLA ആയ ഒരു വ്യക്തിയാണ്. ഇത്തരം ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്വാധീനമുണ്ടാകുന്നതിന് കാരണം? പിന്നിൽ ആരെങ്കിലും ഉണ്ടായിട്ട് കൊണ്ടാണോ, അതല്ലെങ്കിൽ രാഹുൽ എന്ത് തെളിവാണ് അവർക്കെതിരെ ശേഖരിച്ചിരിക്കുന്നത്? എന്താണ് രാഹുലിനെ ഇവർ ഭയപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇവരുടെ കയ്യിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര മാത്രം അങ്ങോട്ട് കിടന്നിട്ട് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങള് വെഡ്ഡികളൊന്നുമല്ല. ഇവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്താലും ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഉള്ളത് കേരളത്തിലെ ജനങ്ങളല്ലേ. അവരത്ര വിഡ്ഢികളൊന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പ്രൊട്ടക്ട് ചെയ്യാൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് എന്റെയും ചോദ്യം. അതിന് ഉത്തരം ഞാൻ എന്താ ഇപ്പൊ പറയാത്തതെന്ന് വെച്ചാല്, പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ മാതിരി ഞാനൊരു വനിതയായതുകൊണ്ട് എന്റെ പ്രായം ഒന്നും നോക്കില്ല, എന്നെ അത്രയും മോശമാക്കും. അങ്ങനത്തെ സോഷ്യൽ മീഡിയ വൃത്തികെട്ട ഒരു ഗ്രൂപ്പാണ് അവരുടെ കയ്യിലുള്ളത്. എന്തും പറയും, എന്തും ചെയ്യും. സ്വന്തം അമ്മേനെയും പെങ്ങളെയും പറഞ്ഞാൽ മാത്രമേ അവർക്ക് വേദന എടുക്കുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ശരിക്കുള്ള കോൺഗ്രസ്സുകാർ ഇതിന്റെ പിന്നിലുണ്ട്. നല്ല കോൺഗ്രസ്സുകാരുണ്ട് ഇപ്പോഴും, പഴയ കോൺഗ്രസ്സുകാര്. അവർക്കൊക്കെ എത്ര വേദന ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലരും ഞാനുമായിട്ട് പല കാര്യങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോഴും. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അവരൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് കഷ്ടം തോന്നും, ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ പാർട്ടി എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ വെട്ടുകളി കൂട്ടമെന്നൊക്കെ വിളിക്കുന്നത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇത്തരമൊരു സംഘം വ്യാപകമായി ഉണ്ട് എന്നത് വ്യക്തമാക്കപ്പെടുക കൂടിയല്ലേ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട്, ഈ ആക്ഷേപം ഉള്ളപ്പോഴും അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊരു ബോധപൂർവമായ സംഘം ഉണ്ട്, അങ്ങനെ കരുതുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പൊ തുടങ്ങിയിട്ട്, ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. ഈ പുതിയ ഇവരുടെ കയ്യില് അധികാരം വന്നപ്പോഴാണ് എല്ലാം ചെറുപ്പക്കാര് മതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ചെറുപ്പക്കാരും കോൺഗ്രസ് പിടിച്ചു നിർത്തിയിട്ട് എത്ര സീറ്റ് ജയിക്കാൻ പറ്റി? അപ്പൊ ഇതില് പഴയ കോൺഗ്രസ്സുകാരും നല്ലവരായിട്ടുള്ള അവരൊക്കെ മാറ്റി നിർത്തി ഇവർക്ക് സ്തുതി പാടുന്ന കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തുക. അതാണ് ചെറുപ്പക്കാരെ നിർത്തല്. അല്ലാണ്ട് ചെറുപ്പക്കാരോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. ഒരാൾ എന്നെക്കാളും വെട്ടി മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ആദ്യം അവന്റെ ചിറക് വെട്ടവരായിരിക്കും. അറിയോ? അതിനെന്ത് വൃത്തിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിയതിൽ
കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം പറയട്ടെ. അതായത് എല്ലാം എന്താ പറയാ ബാക്കി പാർട്ടികളുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെയോ. പിന്നെ ഒരു സ്ത്രീ അവനവന്റെ വിഷമം പറയുമ്പോ അത് മുഴുവൻ രാഷ്ട്രീയമാക്കുന്ന രീതി ശരിയല്ല. എങ്ങനെ സ്ത്രീകളോട് ആരോടെ പരാതി പറയണ്ടേ കേൾക്കട്ടെ എന്ന് അവര് പറയട്ടെ. ആരോട് പരാതി പറയണം ഇങ്ങനെ സംഭവിച്ചേ? പറഞ്ഞാലോ ഇതാണ് ആ പെണ്ണിനെ അറ്റാക്ക് ചെയ്യുക, ആ പെണ്ണ് മോശം, ഇപ്പൊ ഇത് ചെയ്ത ആള് നല്ലതാക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ കാര്യങ്ങൾ പോണത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിന് ശേഷം കോൺഗ്രസിൽ ചില പുതിയ ചേരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വി ഡി സതീശൻ രാഹുലിനെതിരായ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ഷാഫി പറമ്പിലും വി ഡി സതീശൻ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവുകയും പഴയ എ ഗ്രൂപ്പ് ഒന്നുകൂടി ശക്തമായി സജീവമായി രാഹുലിന് വേണ്ടി കളത്തിലിറങ്ങുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് കോൺഗ്രസിൽ പുതിയ ചില ഗ്രൂപ്പ് നീക്കങ്ങൾ കൂടി കാരണമാക്കുമോ? കോൺഗ്രസിൽ എപ്പോഴാ ഗ്രൂപ്പ് മാറി മറിയാത്തത്? നിമിഷങ്ങൾ മതി. അല്ലെങ്കിൽ രാത്രി ഉറങ്ങി എണീക്കുമ്പം ഇപ്പൊ നിന്നാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്തിനാ പറയണ്ടേ? ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്ത് ഈ വി ഡി സതീശനായിട്ട് നല്ല അടുപ്പായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ ഇതൊന്നും പുതിയ കാര്യമല്ല. അവരെവിടെയാണ് ഇപ്പൊ ഇനി വി ഡി സതീശനായിരിക്കാം അടുത്ത ഇതെന്ന് പറഞ്ഞിട്ട് വി ഡി സതീശന്റെ കൂടെ കുറെ പേര് കൂടി. കെ സി വേണുഗോപാലെന്ന് നേരിട്ടു. പിന്നെ കെ സി ആണല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നാച്ചുറലി എല്ലാവരും കെ സിയുടെ കൂടെ പോയി. അപ്പം പഴയ നേതാക്കൾക്ക്, ഇത്രയും കാലം കടന്ന് കഷ്ടപ്പെട്ട നേതാക്കൾക്ക് ഇതിലൊരു വില ഇല്ലാണ്ടായി. അവരാരും മൈൻഡ് ചെയ്യാണ്ടായി. അവരോരോ ജില്ലയിൽ വരുമ്പോ അവര് വിളിച്ചു പറഞ്ഞിട്ടാണ് പലരും വരുന്നത്. പറ്റെങ്കിൽ മുങ്ങാൻ നോക്കും. കാരണം മറ്റേ ആൾ അറിഞ്ഞാലോ മറ്റേ നേതാവ് അറിഞ്ഞാലോ എന്നുള്ള വിഷമം കൊണ്ട്. ഇങ്ങനെയൊക്കെ സംഗതികൾ ഈ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത്രയും കാലം ഇല്ലാത്തൊരു പൊളിറ്റിക്സ് ആണ് ഇപ്പൊ കാണുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ ഇവര് എന്തിനാണ് ഇങ്ങനെ തലയെ കൊണ്ട് നടക്കുന്നത്? പാർട്ടിയിൽ നിന്ന് പോയാൽ പോയി. ഞാനൊക്കെ പാർട്ടിയിൽ നിന്ന് പോയിട്ട് എന്നൊക്കെ വിളിച്ച ചീത്തക്ക് ഞാൻ ഒരു വൃത്തികേടും കാണിച്ചു പോയതല്ല. ഇവരുടെ അഹങ്കാരം മതിയായിട്ട് പോയതാ. എന്നെ പോലെ എന്തൊക്കെയാ വിളിച്ച് ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം ഇത്ര വൃത്തികേട് കാണിച്ചു പോയിട്ട് അയാളെ മാറി നിൽക്കട്ടെ, MLA സ്ഥാനത്തൊക്കെ മാറി നിൽക്കട്ടെ, അയാളുടെ തെറ്റ് ഇതാക്കിയിട്ട് വരട്ടെ എന്ന് പറയുന്നതിന് പകരം അയാൾ അങ്ങോട്ട് കൊണ്ടിരിക്കാൻ നോക്കുക, അയാളെ ഇതൊക്കെ ജനങ്ങളുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ നടക്കില്ല. ജനങ്ങൾ നല്ല ബുദ്ധിയുള്ളവരവിടുത്തെ. ഈ ഷാഫി ആയാലും ആരായാലും ഇങ്ങോരെ പിടിച്ച് അവിടെ കൊണ്ട് കെട്ടിയേൽപ്പിക്കാൻ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ നന്ദി പത്മജ വേണുഗോപാൽ പ്രതികരിച്ചതിന്. അവസാനമായി ഡാൻ, ഇനി ഈ പ്രതിരോധിച്ച് രംഗത്തെത്തിയ നേതാക്കൾ തൽക്കാലം ഈ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കങ്ങളും കാണുമ്പോൾ പരസ്യമായ രംഗത്ത് വരാൻ സാധ്യതയുണ്ടോ? അത് കണ്ടു തന്നെ അറിയണം. ഈ സൈബർ വെട്ടിക്കലുകൾ, അതായത് അവരുടെ ആക്രമണം ഭയന്നാണ് ഈ പരാതിക്കാർ ഇതുമായി രംഗത്ത് വരാത്തത്. അവരുടെ ഐഡന്റിറ്റി പുറത്താകുമോ എന്ന വലിയ ഉത്ഭയം അവർക്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം അത്തരത്തിലുള്ള രൂക്ഷമായ കടന്നാക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയവർക്കെതിരെയും അതിൽ ഒരു നിലപാടെടുത്തവർക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായി ഇത്തരം മാനസികാവസ്ഥയിൽ ഈ വലിയ ബുദ്ധിമുട്ടുകൾ, മാനസിക വ്യഥ നേരിടുന്നവർക്ക് ഇങ്ങനെയൊരു സൈബർ ആക്രമണം കൂടി ഉണ്ടായാൽ എങ്ങനെ അത് ചെറുക്കും, അതിനെ എങ്ങനെ നേരിടുമെന്നുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അത് തന്നെയാണ് ഒരുപക്ഷെ ഈ രാഹുലിനെ അനുകൂലിക്കുന്നവർക്ക് ഒരു വലിയ അനുകൂല ഘടകമായി മാറിയത്. പക്ഷേ ക്രൈംബ്രാഞ്ച് ആ നീക്കങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിയമ വിദഗ്ധരുടെ ഉപദേശം കൂടി തേടിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇന്ന് അന്വേഷണ സംഘം യോഗം ചേർന്ന് തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ഇന്ന് UDFന്റെ യോഗവും ചേരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഡാൻ? അങ്ങനെയെങ്കിൽ ഈ വിവാദമൊക്കെ ചർച്ചയാവുമോ അതോ നിയമസഭ തന്നെയായിരിക്കുമോ അജണ്ട?